നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് സാരി കളക്ഷൻ ആട്ടോ. ഒരുപാട് സാരികളൊന്നുമില്ല, പക്ഷെ എന്നെ പോലെയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലേ, ചുമ്മാ അലമാരിൽ കുറേ സാരികൾ അടുക്കി വെച്ചിട്ട് അതൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ വല്ല വെഡിങ് ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് സാരി ഉടുക്കാനായിട്ട് ഉടുത്ത് ഒരുവിധമൊക്കെ ഒപ്പിച്ചിട്ട് ലാസ്റ്റ് അതൊക്കെ ചുട്ടിക്കുട്ടി മൂലയിൽ ഇട്ടിട്ട് പിന്നെയും ഏതെങ്കിലും ഒരു ചുരിദാർ, അത് മിക്കപ്പോഴും സ്ഥിരം ഇടുന്ന ഒരു ചുരിദാറായിരിക്കും കേട്ടോ, അതെടുത്തിട്ടിട്ട് ഇങ്ങനെ പോണ കുറച്ച് ടീംസ് ഉണ്ടാവുമല്ലോ, ആ കൂട്ടത്തിൽ പെട്ട ആളാണ് ഞാനും. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് സാരിയൊന്നുമില്ല, കുറച്ച് സാരികൾ. അത് കൂടുതലും തന്നെ എൻ്റെ ചേച്ചിയും കസിൻസൊക്കെ തന്ന സാരികളാണ് കൂടുതൽ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ സാരി വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സാരികൾ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സ്വന്തം സാരി എന്ന് സ്വന്തം അവകാശപ്പെടാൻ പറ്റും, എൻ്റെ സ്വന്തം കല്യാണ സാരിയാണ് കേട്ടോ. അപ്പം ഇത് ഒരു എന്താ വാടാമല്ലിയാണ് കളർ വരുന്നത്, പക്ഷെ ഫുള്ള് ഗോൾഡൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ പെരുമ്പാവൂർ ഓപ്ഷനിൽ നിന്ന് എടുത്ത സാരിയാണ് കേട്ടോ. ഫുള്ള് ബോഡി ഫുള്ള് ഈ വർക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ബ്ലൗസൊന്നും എനിക്കിപ്പോൾ കയറുന്നില്ല കേട്ടോ. ഇത് സ്റ്റിച്ചിങ് ഭയങ്കര ബോറായിരുന്നു. അപ്പം ഇത് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. എനിക്ക് ഈ ഫ്ലീറ്റ് ഇട്ട് എടുക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ ആവില്ല. ആകെ എന്താ ഇങ്ങനെ ഇടില്ലേ ഫുള്ളായിട്ട്, അതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുളുവിനെയും കൂടെ കടയിൽ പോകുമ്പോഴത്തേക്കും അങ്ങനെ എടുക്കാൻ പാടായതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും ചുരിദാർ അല്ലെങ്കിൽ കുർത്തി ടോപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ല കുർത്തിയും ലെഗിൻസും എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ലൂസായ ടീഷർട്ടും ജീൻസും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. പിന്നെ അതിലും സ്പെഷ്യലായിട്ടുള്ള സാരിയാണ് ഞങ്ങളുടെ കെട്ട് സാരി. ഇത് 10 വർഷമായി ഇപ്പോൾ ഈ സാരി, 10 വർഷം കഴിഞ്ഞു. ഇത് നമ്മുടെ ചേർത്തല KNG എന്നാണ് തോന്നുന്നു, അവിടെ നിന്ന് എടുത്ത സാരിയാണ് കേട്ടോ. അന്ന് ഇത് 1800 ആ റേറ്റിലെങ്ങാണ്ട് ഉണ്ടായിരുന്ന സാരിയാണ് കേട്ടോ. കുഴപ്പമില്ല, ഇപ്പോഴും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തിളക്കമൊക്കെ പോയി. പിന്നെ എനിക്കങ്ങനെ സാരി അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതുപോലെ എന്താ പറയുക, നല്ല രീതിയിൽ എടുത്ത് വെക്കാനും അത്ര പരിചയമില്ല. കഴിഞ്ഞ ടെക്സ്റ്റൈൽസിലൊക്കെ നോക്കുള്ളതാണെങ്കിൽ സാരി എനിക്ക് നല്ല രീതിയിൽ മടക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ എനിക്ക് അത് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ഇതാണ്. വന്നിട്ടുള്ളതാണ് ക്രീം കളർ വന്നിട്ട് ഫുള്ള് വർക്ക്, ഈ ഒരൊറ്റ വർക്കാണ്. ഇത് താഴ്ഭാഗം വരുന്ന വർക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന വർക്ക്. അടിപൊളി സാരി ആട്ടോ. ഈ കളർ തന്നെ വെൽവെറ്റിൻ്റെ ബ്ലൗസാണ് കേട്ടോ യൂസ് ചെയ്യണത്. എനിക്ക് അതുപോലെ ബ്ലൗസുകളെല്ലാം കുറവാണ് കേട്ടോ, അതാണ് ബ്ലൗസൊന്നും കാണിക്കാത്തത് കേട്ടോ. ഇത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരികളിൽ ഒന്നാണ് കേട്ടോ. ഇത് രസമാണ്. എടുത്ത് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായി സാരി എടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ എന്തായാലും അലമാരി എടുക്കാൻ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പട്ട് സാരിയാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ഒന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഇതാണ് ബോഡി ഫുള്ള് ഈ ബ്ലൂ കളറാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ റേറ്റൊന്നും ഞാൻ ഓർക്കാൻ കേട്ടത്, കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ എടുത്ത സാരിയാണേ. പിന്നെ ഇത് വന്നിട്ട് അതിൻ്റെ മുന്താണിയാണ് കേട്ടോ. ഇത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായാലും അടിപൊളിയാണ്. അടുത്തത് വരുന്നത് ഒരു പട്ടുസാരി തന്നെയാണ് കേട്ടോ. ഇത് അമ്മയുടെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന സാരിയാണ് കേട്ടോ. ഇത് എനിക്കൊരു കളർ കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഓറഞ്ചും ബ്ലാക്കും. ശരിക്കും ഇതിൻ്റെ മുന്താണി കണ്ടിട്ടാണ് ഞാൻ എടുത്തിട്ട് പോകുന്നത്. പക്ഷേ ബോഡി വന്നപ്പോൾ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമുക്കറിയാം, നമുക്ക് പഴയ മോഡൽ സാരിയാണ്. ഇതിൻ്റെ ഒന്നും ബ്ലൗസ് തയ്പ്പിച്ചിട്ടില്ല കേട്ടോ. ഈ മുന്താണി കണ്ടോ, ശരി തിരിഞ്ഞൊരു സോറി. ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ സാരി എടുത്തത് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു മുന്താണി, അടിപൊളി സാരിയാണ്. പക്ഷേ ബോഡി അത്ര വലിയ ലുക്കില്ല. ഇതാണ് ഈ സാരി വരുന്നത്. അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ എടുത്തിട്ട് 1 ലെയർ ഇട്ട പൊളിയായിരിക്കും സാരി. എനിക്ക് പൊതുവേ 1 ലെയർ ഇട്ട് കൊടുക്കാൻ ഇഷ്ടം. ഏട്ടനെ സാരി കൊടുക്കുന്നതോട് അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷെ ഞാനിപ്പോൾ എന്നോട് പറയുന്നത് എന്നെ എന്തായാലും സാരികളാക്കാൻ പോകും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ. ഇതാണ് പിന്നെ പറയുന്നത്, ദാവണി സാരി പോലെ വരില്ലേ, ക്രേപ്പ് മെറ്റീരിയലാണെന്ന് തോന്നുന്നു, അതാണ് വരുന്നത് കേട്ടോ. ഇത് താഴെ വരുന്ന ബോർഡാണേ, പക്ഷെ താഴെ വരുന്ന ഭാഗം ഇത്. അതായത് ഇഷ്ടിക കളർ സാരി കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ മുന്താണിയില്ലേ, ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. നല്ല രസമുള്ള സാരിയാണ്. ഇത് എനിക്ക് ഇവിടുത്തെ അമ്മയുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ സമയത്ത് വന്ന സാരിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വർക്കൊക്കെ വരുന്ന സാരിയാണ്. തല തിരിഞ്ഞു വരുന്നത്
ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. നല്ല ഉടുക്കാൻ നല്ല മെറ്റീരിയൽ കട്ടിയില്ലാത്തതാണ്. പക്ഷേ ഇതിന് ചെറിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ചെറിയൊരു അവർ ബ്ലൗസിൽ കട്ട് ചെയ്തപ്പോഴേ ചെറിയൊരു മോണിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ പറ്റിയെന്ന് വെച്ചാൽ കമ്മലിൻ്റെ ആണി പോയി കിടക്കുവാണ് ഒരെണ്ണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, ഇത് ചെറിയൊരു ഏങ്ങോണിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ 1 ലെയർ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിന്നെ ചെയ്ത് വെക്കണം കേട്ടോ. ആദ്യമായിട്ടായതുകൊണ്ട് നമ്മുടെ വീഡിയോസിൽ ഞാൻ എനിക്ക് വൈറ്റിനോട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കളറാണ്. പക്ഷേ ഇതുപോലെ ഗ്രീൻ റോസ് എൻ്റെ കയ്യിലുണ്ട്. ഈ റോസിൽ ഇരിക്കുള്ളൂല്ലോ, അതുകൊണ്ട് എടുത്ത് വെച്ചേക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. പിന്നെ ഇത് ചേച്ചി അമ്മയ്ക്ക് മീഷോന്ന് എടുത്ത് കൊടുത്ത സാരിയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി. ഇതിവിടെ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. എന്നിട്ട് ഇതുവരെ എടുക്കാൻ പറ്റും. ചുമപ്പൊടി സാരി ഭയങ്കര ഇഷ്ടം. ഇപ്പം എൻ്റെ ഫ്രണ്ട് പിള്ളേർ കൊടുത്തിട്ട് തന്നെ കാണാം വൈറ്റ് ബ്ലൗസ്, ഓൺലൈനിൽ അടിപൊളി ബ്ലൗസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് സാരി ഉടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പം നിങ്ങൾ ആർക്കൊക്കെ ഈ സ്വഭാവമുണ്ടോ സാരി ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് ഉടുക്കാതിരിക്കുന്നത്? പിന്നെ ഇത് അതുപോലെ അമ്മയുടെ അടിച്ച് മാറ്റിയ സാരിയാണ് കേട്ടോ. ഇത് മെറൂൺ ബ്ലൗസ് എടുത്ത് തയ്പ്പിച്ചിട്ട് ഇടാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇത് അത്ര വലിയ ലുക്കൊന്നുമില്ല. കാരണം ബോഡി വന്നിട്ട് ക്രീം കളറ്, കസവും ഏകദേശം ആ കളർ തന്നെയാണ് വരുന്നത്. പക്ഷെ മുന്താണി അടിപൊളിയാട്ടോ, മെറൂൺ കളർ മുന്താണി. മുന്താണി പൊളിയാണ്. മുന്താണി കണ്ടാൽ തോന്നി സാരി അമ്മയുടെ ഒന്ന് അടിച്ചു മാറ്റിയത്. അപ്പം നിങ്ങൾക്ക് ഈ സ്വഭാവമുണ്ടോ അമ്മയുടെയും സാരി അടിച്ചു മാറ്റുന്നത്? അത് നിങ്ങളൊക്കെ ഓർക്കും എല്ലാ സാരി ഇങ്ങനെ അമ്മയുടെയും ചേച്ചിൻ്റെ നിന്നൊക്കെ മേടിക്കുന്നതിനാണ്. ഒന്നാമത് ഞാൻ സാരി ഉടുക്കാറില്ല. പിന്നെ അമ്മയും ചേച്ചിയൊക്കെ ഒരുപാട് സാരികൾ മേടിക്കണം. അവരെപ്പോഴും ഒരു ആവറേജ് റേറ്റിൽ എടുക്കാറുള്ളൂ. നമ്മുടെ ആലപ്പുഴയിൽ നമുക്ക് അത്യാവശ്യം അറിയാമല്ലോ, സാരികൾക്ക് അധികം റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അവരെപ്പോഴും സാരികൾ എടുക്കും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുത്തോണ്ട് പോരും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളൊരു സാരി സ്ഥിരം എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല സാരി നമ്മൾ മേടിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ തലേ ദിവസം ചേച്ചിക്ക് ഉടുക്കാൻ വാങ്ങിച്ച സാരിയാണ് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് അന്ന് സാരിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഇത് നമ്മുടെ എരമല്ലൂരുള്ള കടയുടെ പേര് മറന്നുകൊണ്ട് നമ്മുടെ എരമല്ലൂർ അത്യാവശ്യം വലിയൊരു കടയില്ലേ ചെറുത് എരമല്ലൂർ, അവിടെ നിനക്ക് സാരിയാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ക്വാളിറ്റി ഒന്നുമില്ല. ഇത് പോളിസ്റ്റർ മിക്സുള്ള ഡോട്ടാണ്. സാരിയൊക്കെ നല്ല സാരിയാണ്. അപ്പോൾ ചേച്ചി കല്യാണത്തിന് തലേ ദിവസം എടുക്കാൻ വാങ്ങിച്ച സാരിയാണ്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ അച്ഛൻ്റെ അനിയൻ സാരി വാങ്ങിച്ചു കൊടുത്തു കല്യാണത്തിന് എടുക്കാനായിട്ട് തലേ ദിവസം കൊടുക്കുന്നത്. അപ്പം ഞാൻ സാരി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ ചെറിയ സാരി കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ തുടക്കമാണ്, നമുക്ക് ഒരുപാട് പരിമിതികളിൽ നിന്നാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലിൻ്റെ പേര് കുഡൂസ് ഫാമിലി എന്നാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.